2 കല്യാണം, ഒരു ഒളിച്ചോട്ടം. നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ കുഞ്ഞിരാമ? അവസ്ഥ അല്ലേ? കൂട്ടുകാരനൊരു ചേമ്പൽ ഐഡിയ. ഞാൻ ചെന്ന് ഇടയിൽ കയറില്ല, കുഞ്ഞിനാമ്പടെ തങ്ങമണി ചേച്ചി കൂടെ നാട് വിട്ടേനെ. മലികയുടെ കല്യാണം മുടങ്ങിനെ ഒക്കെ കല്ലത്തായി. അങ്ങനെ പറയില്ലേ ലാലു, ഇനിയാണ് നീ സന്തോഷിക്കേണ്ടത്. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? കുഞ്ഞിരാമന് മല്ലിക വേണ്ട, നിന്റെ പെങ്ങളെ മതി. നീയും കുഞ്ഞിരാമൻ ഇപ്പൊ ഓർത്താ അയാൾക്ക് തങ്കമണിയെ കിട്ടും, നിനക്ക് മല്ലികയും, എനിക്ക് രേഷ്മയും. അതവരല്ലേ? പിന്നില് വേറെ ആൾക്കാരുണ്ടാവും. ഓടിയാലോ? ഓടിച്ചിട്ടടിക്കും. പിന്നിപ്പോ എന്താ ചെയ്യാ? നിന്നെ തല്ലാനുള്ള പരവാണ്. മാറിന്നൊല്ലാലേ, ബാക്കി ഞാനേറ്റു. അവനെ തല്ലരുത്. ഞാൻ നോക്കി നിന്നത് നിന്നെയാ, അവനുള്ളത് വേറെ ഉണ്ട്. അവനിവിടെ ഉണ്ട്. അടിക്കല്ലേ കുഞ്ഞിരാമേട്ട, ഒരു മാപ്പ് പറയാൻ വന്നതാ. കുഞ്ഞിരാമൻ നാളെ അമ്പലത്തിൽ വെച്ച് തങ്കമണി കല്യാണം കഴിക്കണം. അതിന് ഞങ്ങൾ സഹായിക്കും. വാസുവേട്ടനെയൊക്കെ ലാലു തടഞ്ഞു നിർത്തിക്കോളും. ഈ ചെറ്റയെ തന്നെ ഞാൻ വിശ്വസിക്കണം. പണ്ടൊരബദ്ധം പറ്റി. നാളെ വേണമെങ്കിൽ ആ തെറ്റും ഞാൻ എല്ലാവരുടെ മുന്നിൽ ഏറ്റു പറഞ്ഞോളാം. ഇതെന്റെ പ്രാശ്ചിത്തായിട്ട് കൂട്ടിയാൽ മതി കുഞ്ഞിരാമേട്ട. ഇതിലെന്തോ ചതിയുണ്ട്, അല്ലാതെ ഒന്നും കാണാതെ നമ്മളെ സഹായിക്കാൻ നിൽക്കില്ല. കുഞ്ഞിരാമൻ നാളെ തങ്കമണിയെ കിട്ടിയ ലാലുവിന് മല്ലികയെ തിരിച്ചു കിട്ടും. അതിന് മല്ലികയും തമ്മിൽ എന്താ ബന്ധം? ദിവ്യ പ്രേമം. പക്ഷെ ഇവന് മാത്രമേ ഉള്ളൂ. നാളെ നിങ്ങളെ കെട്ടിടന്ന മല്ലിക കെട്ടാൻ ആരുമില്ലാത്ത അവസ്ഥ വരില്ലേ? അപ്പൊ കുഞ്ഞിരാമൻ തന്നെ മുൻകൈ എടുത്ത് ലാലുവിനെ കാണിച്ചു കൊടുക്കണം. അങ്ങോട്ടൊരു സഹായം ചെയ്യുമ്പോൾ ഇങ്ങോട്ടൊരു സഹായം, അത്രേ ഉള്ളൂ. കുഞ്ഞിരാമ, നിനക്ക് മല്ലികയെ കെട്ടാൻ, രേഷ്മയെ കെട്ടാൻ, തങ്കമണിയെ കെട്ടാൻ വേറെ മാർഗമൊന്നുമില്ല. സമ്മതിച്ചേക്ക്. നിക്ക്, ഒരു കാര്യം, ഊട്ടായ്പ വല്ലതും ആണെങ്കിൽ പപ്പടം പരത്തുന്ന പോലെ ഞങ്ങൾ പരത്തിക്കളയും. അതൊന്നുമല്ല. ഇതെല്ലാം നടക്കാൻ നമ്മളൊരു കാര്യം കൂടെ ചെയ്യണം. ചേച്ചിയെ കെട്ടാൻ വരുന്ന ചെറുക്കൻ മനോഹരൻ ഈ ദേശത്ത് കാല് കുത്തരുത്. കുത്തില്ല, കുത്തിക്കില്ല. For more updates, like, comment, subscribe to our channel.